നമസ്കാരം സാർ. ധന്യ. ഇപ്പോൾ നമ്മുടെ CPM നേതാവ് പി ജയരാജൻ പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിൽ നിന്ന് IS റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്, ഈ അപകടകരമായ ഈ ആശയത്തെ ഗൗരവത്തോടെ കാണണം എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഏറെ ചർച്ചയായിട്ടുണ്ട്. കാരണം CPMന്റെ നിലപാട് ഇങ്ങനെ അല്ലല്ലോ എന്ന രീതിയിലാണ്. CPM ഒരിക്കലും ഇത്തരത്തിലൊരു കാര്യം ആരോപിച്ചിട്ടില്ല. കേരള സ്റ്റോറി എന്നൊരു ഫിലിം വന്നപ്പോൾ പോലും ഇവിടെയുള്ള ഇടതുപക്ഷക്കാരാണ് അതിനെതിരെ കൂടുതൽ ശബ്ദമുയർത്തുക. കാരണം ഇതാണ് കേരളം എന്നാണ് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന തരത്തിലാണ് ആ ചിത്രം എന്ന് പറഞ്ഞ് അതിനെതിരെ ഒരുപാട് സംസാരിച്ചിരുന്നു. അപ്പം ഇദ്ദേഹത്തിനെതിരെ EP ജയരാജൻ രംഗത്ത് വന്നായിരുന്നു. ഈ തീവ്രവാദത്തിന് കേരളത്തിൽ സാധ്യതയേ ഇല്ല എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ നിരവധി പെൺകുട്ടികളുടെ അമ്മമാർ കണ്ണീരൊലിപ്പിച്ച് മാധ്യമങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആട് മേയ്ക്കാൻ കൊണ്ടുപോയി ഹാദിയ, ഇതെല്ലാം ഒരുപാട് കഥകൾ, റിയൽ സ്റ്റോറീസ് നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഒരു സിനിമയെ ഇവർ ഇങ്ങനെ തള്ളിക്കളഞ്ഞതും ഇപ്പോൾ പി ജയരാജൻ ഇത്തരമൊരു ആരോപണമായിട്ട് വന്നത്. അപ്പോൾ ചർച്ചയായപ്പോൾ പി ജയരാജൻ വീണ്ടും അതിൽ ഒരു തിരുത്ത് നടത്തി. ഇപ്പോഴത്തെ കാര്യമല്ല, അത് നേരത്തെ ഇങ്ങനെ റിക്രൂട്ടിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിന് അന്ന് എന്തുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞില്ല? ഇത് സമൂഹത്തിനെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിക തീവ്രവാദം. ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മാത്രമല്ല ബാധിക്കുന്നത്, ഇസ്ലാം മതവിശ്വാസികളെ, ഈ തീവ്രവാദം ബന്ധമല്ലാതെ നോർമലായിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളെ കൂടി പിന്നോട്ടടിക്കുന്നതാണ് ഈ ഒരു ഇസ്ലാം തീവ്രവാദം. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇതുവരെ പറയാതെ ഇപ്പം പറഞ്ഞത്? സാർ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് PC ജോർജ്, ജനപക്ഷ നേതാവ് PC ജോർജ് ഒരു കാര്യം പറയും, ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്ത് IS കൊണ്ടുപോകുന്നത്. അന്ന് അത് ആരും ഗൗരവമായി എടുത്തില്ല. പക്ഷെ പിന്നീട് ഈരാറ്റുപേട്ടയിൽ നിന്ന് തന്നെ 2 പേർ ഇതുപോലെ IS പോയതായി വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതല്ലേ? അതെ. അപ്പോൾ പി ജയരാജൻ ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ ഈ കേരളത്തിലുള്ള ടെററിസത്തിൻ്റെ ടെൻഡൻസിയൊക്കെ പറഞ്ഞ എന്തോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരുള്ള ഒരു ലോക്കൽ ചാനൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അതിൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, കേരളത്തിൽ നിന്ന് നന്നായിട്ട് IS റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. പിന്നെ പലരും അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ഭാഗത്ത്. പിന്നെ ആ ഒഴുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ചെറുപ്പക്കാരാണ് കൂടുതൽ ആകൃഷ്ടരാകുന്നത്. അതിൽ തന്നെ കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ IS ചേരുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് അത് വന്നപ്പോൾ, ആ റിപ്പോർട്ട് വന്നപ്പോൾ ദീപിക ഇതിനെപ്പറ്റി ഒരു എഡിറ്റോറിയൽ എഴുതി. അപ്പോൾ ദീപിക പൂർണ്ണമായിട്ട് പി ജയരാജൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് സമ്മതത്തിലാണ്, തർക്കമൊന്നുമില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പി ജയരാജന് കാര്യങ്ങൾ മനസ്സിലായി, LDFന് ഇത് മനസ്സിലാകും, അതാണ് അവർ ചോദിക്കുന്നത്. പിന്നെ LDFും UDFും എല്ലാ കാലത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരങ്ങ് കണ്ണടയ്ക്കും. ജയരാജൻ ഇപ്പം എങ്ങനെയോ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞതൊക്കെ പരമാർത്ഥമാണ്. അത് ഒരുപക്ഷെ ഒരു യുഗം മാറി വരുന്നതാണ്. അതായത് കുറച്ചാൾ മുമ്പ് വരെ കേരളം ബീഫ് യുഗത്തിലായിരുന്നു, ഇപ്പോൾ പോർക്ക് യുഗത്തിലായി. ഇപ്പം ആരും ബീഫ് ചലഞ്ച് പറയണില്ല, എല്ലാവർക്കും പോർക്ക് ചലഞ്ചാണ്. അപ്പം അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നല്ലോ. അതിനു മുമ്പ് ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ശബരിമലയോടുള്ള താല്പര്യത്തിൽ വ്യത്യാസം വന്നു. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബീഫിനോടുള്ള താല്പര്യം മാറി, ഇപ്പോൾ പോർക്ക് ചലഞ്ചായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ ഇത് തുറന്നു പറയാൻ, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും അവർ ബോധർ ചെയ്യാറില്ല, ധൈര്യപ്പെടാറുമില്ല. അതായിരുന്നു പഴയ ടെൻഡൻസി. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ ദീപിക ചോദിക്കുന്നത് LDFും UDFും ഒന്നും ഇത് കാണുന്നില്ലായിരുന്നോ, എന്തുകൊണ്ടായിരുന്നു അവർ കണ്ണടയ്ക്കുന്നത്, ഒരിക്കലും ഭീകരവാദത്തെ പറ്റി ഒരു കാര്യം ടച്ച് ചെയ്യാറില്ല, എന്തുകൊണ്ടായിരുന്നു അങ്ങനെയെന്ന്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ജമാഅത്ത് ഇസ്ലാമി അതേപോലെ പോപ്പുലർ ഫ്രണ്ടൊക്കെ ഇതിന് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, VS അച്യുതാനന്ദൻ അതേപോലെ പിണറായി വിജയനൊക്കെ തന്നെ ചെറിയ ഹിൻഡ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. VS അച്യുതാനന്ദനൊക്കെ നന്നായിട്ട് വളരെ എക്സ്പ്ലോസീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കേരളത്തിൽ നിന്നാണ് കൂടുതൽ പേര് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഈവൻ എനിക്ക് തോന്നുന്നു UN വരെ ഇതിനെപ്പറ്റി റെഫറൻസ് നടത്തിയിട്ടുണ്ട്. പിന്നെ ലോക്നാഥ് ബെഹ്റ, പിന്നെ സെൻകുമാർ, ഇവരൊക്കെ അതാത് കാലങ്ങളിൽ ഈ പ്രശ്നം പറഞ്ഞ് അവർ സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമുക്ക് പലരെയും അറിയാമല്ലോ, നിമിഷ, ബെൻസൺ, മറിൻ, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഹാദിയ, അങ്ങനെ പലർക്കും ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശ്മീരിൻ്റെ കാര്യത്തിൽ പണ്ട് കുറേ കാലം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസ്സിന് എന്തെങ്കിലും ചെയ്യാനായിട്ട്. കോൺഗ്രസ് ആണല്ലോ ഇവിടെ ഭരിച്ചിരുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു?
കാശ്മീർ പ്രശ്നത്തിൽ എന്ത് ചെയ്തു? ഒന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല. ഈ സൂചിപ്പിച്ച് വർത്തമാനം പറയണതല്ലാതെ വേറെ ഒന്നും കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ BJP വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്. അതാണ് അവർ പറയുന്ന വേറെ ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ട്, നൈജീരിയയിൽ ഉണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട് ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അൽ ഖയ്ദയുണ്ട്, താലിബാനുണ്ട്, IS ഉണ്ട്, അൽ ഷബാബ് ഉണ്ട്, ബൊക്കോ ഹറാം ഉണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ. അപ്പോൾ ഇവരുടെയൊക്കെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത്, അതായത് ആഗോളതലത്തിൽ ഈ ഭീകരാക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് ക്രിസ്ത്യൻസാണ്. 80% വരും. കേരളത്തിലെ ഒരു മാധ്യമത്തിനും ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് ഈ ദീപിക പറഞ്ഞിരിക്കുന്ന വേറൊരു കംപ്ലൈൻറ്റ്. പിന്നെ അവർ പറയുന്നൊരു കാര്യം, ഹമാസിൽ ആൾക്കാർ കൊല്ലപ്പെടാനുണ്ട്, ഹമാസുകാർ അല്ലെങ്കിൽ പലസ്തീൻകാർ. അവരെ പറ്റിയൊക്കെ എഴുതിക്കോട്ടെ, അവരെ പറ്റി പറഞ്ഞോട്ടെ, അവരെ പറ്റി പ്രസംഗിച്ചോട്ടെ. പക്ഷേ ഇതേപോലെ മറ്റു പലയിടത്തും ഒന്നുണ്ട്. അസർബൈജാൻ്റെ അടുത്ത് നഗോർണോ കറാബാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് 1.25 ലക്ഷം ആൾക്കാരെ ഓടിച്ചു, അവിടെ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നൊക്കെ ഓടിച്ചു. ഈ അസർബൈജാനും അതിൻ്റെ കൂടെ തുർക്കി അല്ലെങ്കിൽ ടർക്കി എന്ന് പറയുന്ന അവരും ഒക്കെ കൂടി ഓടിച്ചു. എന്നിട്ട് ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ? അത് ആരെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് മിണ്ടിയോ? അപ്പോൾ ഇവിടുത്തെ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരെ സന്തോഷിപ്പിക്കുക, കുറേ പേരെ നെഗ്ലക്റ്റ് ചെയ്യുക, അവരെ കണ്ടില്ല എന്ന് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദീപികയുടെ എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM കുറേ പേർക്കൊക്കെ ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. കാരണം അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഇസ് ദി വോട്ട് ബാങ്ക്. വോട്ട് ബാങ്കിന് നഷ്ടം വരുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ചില മുറുമുറുപ്പൊക്കെ ആരംഭിച്ച് കഴിഞ്ഞപ്പോൾ P ജയരാജൻ പറഞ്ഞു, ഞാൻ അത് പറഞ്ഞിട്ടില്ല, ഇത് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ്. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, അത് പത്രത്തിൽ വന്ന് അതിനെപ്പറ്റി റിയാക്ഷൻ തുടങ്ങിക്കഴിയുമ്പോൾ പറയും ഇത് പത്രപ്രവർത്തകർ വളച്ചൊടിച്ചതാണ്, ഞാനിതെല്ലാം ഉദ്ദേശിച്ചത്. പിന്നെ മാധ്യമ ഭീകരത എന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്വന്തം വാക്കാണ് മാധ്യമ ഭീകരത എന്നൊക്കെ പറഞ്ഞത് പതിവാണ് ഇങ്ങനത്തെ പ്രയോഗങ്ങൾ. ഈ ഭീകരവാദത്തിന് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നാണ് എപ്പോഴും എല്ലാവരും ആവർത്തിച്ച് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാം, ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. ഇത് തടയിടേണ്ട സർക്കാരുകൾ എന്താണ് കണ്ണടയ്ക്കുന്നത്? സർക്കാരിന് കണ്ണടയ്ക്കുന്നത് കണ്ണിൻ്റെ മുകളിൽ വോട്ട് ബാങ്ക് വന്ന് ഇരിക്കുമ്പോൾ കണ്ണടഞ്ഞു. കാരണം ന്യൂനപക്ഷ പ്രീണനമാണ്. അതായത് വോട്ട് എങ്ങനെ കിട്ടാം എന്നുള്ളത് നോക്കിയിട്ടാണ്. അല്ലാതെ ടെററിസം ഉണ്ടോ മറ്റു കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിൽ ഒരു മത്സരം വരികയാണ് ഈ LDFും UDFും തമ്മിൽ. ഒരു നല്ലൊരു വോട്ട് ബാങ്ക് അത് കൈപ്പിടിയിലാക്കുക എന്നുള്ളതാണ് രണ്ടുപേരും ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെററിസം ഓർ നോ ടെററിസം ദാറ്റ് ഇസ് നൺ ഓഫ് ദെയർ ബിസിനസ്. അവർക്ക് ഇതിലൊന്നും താല്പര്യമൊന്നുമില്ല. വോട്ട് ബാങ്ക് ഇൻടാക്റ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് അവർ സംസാരിക്കുകയുള്ളൂ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് നിലപാടായിരിക്കും? ഇപ്പൊ ജയരാജൻ ഇത്തരത്തിൽ മാറ്റി പറഞ്ഞ ജയരാജന് പാർട്ടിക്കകത്ത് നിന്ന് നല്ല രീതിയിലുള്ള സമ്മർദ്ദം വന്ന് കാണും. അതാണ് പെട്ടെന്ന് തന്നെ മാറ്റിപ്പറച്ചിലൊക്കെ വന്നത്. പിന്നെ അതും ഒരുപക്ഷെ ജയരാജൻ ലക്ഷ്യമിടുന്നത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ബീഫ് യുഗത്തിൽ നിന്നും പോർക്ക് യുഗത്തിലേക്ക് ഉള്ള ഒരു മാറ്റമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ എന്താണ് അവിടെ ശബരിമലയിൽ വിപ്ലവം നടത്തി, എന്തെന്നാ റിനൈസൻസ് നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ നവോത്ഥാനമൊക്കെ കൊണ്ട് മടക്കി കളഞ്ഞില്ല. അതെ, വനിതാ മതിൽ എല്ലാം പോയി. അപ്പം അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ടെററിസത്തിൻ്റെ മെച്ചം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഭാഷയൊന്നും മാറ്റി പറയുന്നതായിരിക്കാം. കാരണം അടുത്ത ഇലക്ഷനിൽ ഹിന്ദു വോട്ട്സ് പിന്നെ ക്ഷീണം പറ്റാതിരിക്കാനായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയെ വിഷമിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചിലർക്ക് ഇതിൽ വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വോട്ട് ബാങ്കിനെ ബാധിക്കുമെന്ന് അവർക്ക് ഭയമുണ്ട്. CPMന്റെ ആ ഒരു നിലപാട് മാറ്റാനുള്ള ഒരു തുടക്കം എന്നോണാണോ ഈ ഒരു വെളിപ്പെടുത്തൽ? കാരണം ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധമല്ല ശരിക്കും നടക്കുന്നത്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആക്രമണം അവർ തമ്മിലാണ്. പക്ഷേ കേരളത്തിൽ ഇവർ വിലയിരുത്തുന്നത് പലസ്തീൻ, സേവ് പാലസ്തീൻ,
പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. എന്തിനാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്? കാരണം ഇവിടുത്തെ ഒരു നയമെന്ന് പറയുന്നത് ആ ഹമാസിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഇസ്രായേലിനെ എതിർത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടുത്തെ ഇടതുപക്ഷം കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻഡ് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ചുവടുവയ്പ് നടത്തിയതാണോ? അതായത് തുടക്കത്തിൽ ഹമാസിനെ പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ പ്രകീർത്തിച്ചു. പിന്നെ കാലിക്കറ്റ് നടന്ന ജാസിയ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മീറ്റിംഗ് ആക്കാനൊക്കെ ശ്രമിച്ചു. അതിൽ CPM ആകുന്നത്ര ഇൻവോൾവായി പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ പിന്നെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ഇസ്രായേലാണെങ്കിൽ അവിടെ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് മുഴുവനും ഈ പലസ്തീൻ ജനത അനുഭവിക്കുകയാണ്. അത് വെറുതെ അവർ പോയിട്ട് ഇസ്രായേലിൽ കയറി കൊള്ളരാത്രം കാണിച്ചതിൻ്റെയാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ആരും ഇങ്ങനത്തെ ജാഥ നടത്താൻ ഒരാളെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതൊന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പേര് ജാഥ നടത്താനും മുദ്രാവാക്യം വിളിക്കാനും താല്പര്യമുള്ളവരുണ്ടാവും. പക്ഷേ ഈ കേരളത്തിൽ പല മതങ്ങളുണ്ട്. ചില മതങ്ങൾ ഇങ്ങനെ അല്പം സൈലൻ്റ് ആയിട്ടിരിക്കും, പക്ഷേ അവർ കാര്യങ്ങൾ വീക്ഷിക്കുന്നവരായിരിക്കും. അവരിൽ എന്ത് മാറ്റം വരും എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൺസേൺ ആണ്. ഇപ്പോൾ ഇവിടെ ആകെ ഹമാസിന് വേണ്ടി ജാഥ നടക്കണുള്ളൂ, ഇസ്രായേലിന് വേണ്ടി ആരും ജാഥ നടത്തണില്ല. പക്ഷേ ഇസ്രായേലിനോട് താല്പര്യമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് മാറ്റർ. താല്പര്യമുള്ളവരുണ്ട് എന്നാണ് നമുക്ക് ചില പ്രതികരണങ്ങളിൽ നിന്ന് ജാഥ നടത്തുന്നവരല്ല, ജാഥ നടത്തുന്നില്ല, അത്ര വ്യത്യാസമുള്ളൂ. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആൾക്കാർ കൂടെ ഉണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ അധികം ഈ ഹമാസ് പറയുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പം സാർ നേരത്തെ കാശ്മീരിലെ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ കാശ്മീരിൽ ഇപ്പം BJP വരുന്നതിന് മുന്നേ ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം അത്രയും അത് ഒരു ആർക്കും ചെന്ന് എത്തി നോക്കാൻ പോലും കഴിയാത്ത ഒരു പ്രദേശമായി, തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണായി. ഇപ്പോൾ ധന്യ പറഞ്ഞു കേരളം ഇതുപോലെ അവർക്ക് തഴച്ചു വളരാനുള്ള ഒരു മണ്ണായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കാശ്മീർ തീവ്രവാദത്തിനുള്ള തഴച്ചു വളരാനുള്ളൊരു വളക്കൂറുള്ള മണ്ണായിരുന്നു, അവരുടെ കേന്ദ്രമായിരുന്നു. അതിൽ നിന്ന് BJP എടുത്ത ആ ഒരു ധീരമായ ഒരു തീരുമാനത്തിൽ നിന്നും കാശ്മീർ മാറിയതൊരു വലിയ മാറ്റമാണ്. അതുപോലെ ശരിക്കും ഈ കേരളത്തിലും ധീരമായി ഒരു നിലപാടെടുത്താൽ ഇതിനെല്ലാം നമുക്ക് മാറ്റിമറിക്കാവുന്നതല്ലേ? ധീരമായിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് നടത്താനായിട്ട് ആരും ധൈര്യപ്പെടാറില്ല. ആദ്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അതേപോലെ നടത്തിയത് ശശി തരൂരാണ്. ശശി തരൂർ അത് നടത്തിയോടുകൂടി അവിടെ ആകെ ആൾക്കാർക്ക് വല്ലാത്ത പ്രയാസമായിപ്പോയി. അതായത് ഒരു നേതാവ് പറഞ്ഞത് ശശി തരൂർ ആ മീറ്റിങ്ങിൻ്റെ ശോഭ കെടുത്തി കളഞ്ഞെന്നാണ്. ശോഭ കെടുത്തി കളഞ്ഞു ശശി തരൂർ. മാത്രമല്ല ഈ കോഴിക്കോട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ നിന്നും ശശി തരൂരിൻ്റെ പേര് വെട്ടി മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഒരാളിങ്ങനെ കാര്യം പറഞ്ഞത്, അങ്ങനെ പറയുന്ന ഒരു ടെൻഡൻസി വന്നു. ഇപ്പോൾ ആൾക്കാരിലൊക്കെ ചില മാറ്റങ്ങൾ കാണപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനെ വേരോടെ പിടിതെറിയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. പക്ഷെ നമ്മുടെ സർക്കാരുകൾ വോട്ടിന് വേണ്ടി അത് ചെയ്യുന്നില്ല എന്ന്. ഇടതുപക്ഷവും ഈ വഴിക്ക് തന്നെ ചിന്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.